നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളൊരു യൂട്യൂബർ ആവാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ലോഗോ കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബാനർ കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ കീവേഡ് കൊടുത്തിട്ടുണ്ടാവില്ല. ഇതൊന്നും കൊടുക്കാണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കൺട്രി കൊടുക്കാനുണ്ട്, ഇതൊക്കെ സെലക്ട് ചെയ്യാനുണ്ട്. ഇതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യൂസ് വരും. ചിലപ്പോൾ ഷോർട്സിന് തന്നെ 1K 2K എല്ലാം വ്യൂസ് ഒരു സബ്സ്ക്രൈബർ പോലും ഇല്ലാത്ത ചാനലിലെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആ ചാനലിൽ ഗ്രോത്ത് കിട്ടണം. ആ ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ചാനൽ നമ്മൾ ഓരോ ദിവസം ബെറ്റർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ വ്യൂസും സബ്സ്ക്രൈബർമാരും ഓട്ടോമാറ്റിക്കലി വരലാണ് പതിവ്. അപ്പം നമ്മൾ ചിലപ്പോൾ സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ വീഡിയോ കണ്ടൻറ്റ് ക്വാളിറ്റി കുറച്ചിട്ടുണ്ടാവും, ശരിയായ കണ്ടൻറ്റ് ഇട്ടിട്ടുണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ വേറെ കോപ്പിറൈറ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് തന്നെ വീഡിയോ ഇട്ട സമയത്ത് തന്നെ നിങ്ങൾ കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ ആ യൂട്യൂബ് ചാനലിനെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തില്ല, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് കീവേഡും അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ദിവസം 24 hours ടൈം വിട്ട് കൊടുക്കാം. 24 hours ടൈം വിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കുക, അതിൽ വ്യൂസ് വരുന്നുണ്ടോ ഇല്ലയെന്ന് ഒക്കെ നോക്കാം. ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക, നമ്മൾ ഓൺ കണ്ടൻറ് ഇടുക, കോപ്പിറൈറ്റ് ഇല്ലാത്ത വീഡിയോസ് ഇടുക. അങ്ങനെ ഇട്ട് 2-3 വീഡിയോ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ വീഡിയോസ് റീച്ചിലേക്ക് പോകും. നമ്മൾ ചാനൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന്, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ചാനൽ തുടങ്ങി വെച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഭാഗം കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് ശേഷം അതല്ല നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചാനൽ ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ചാനലിനൊന്ന് ഒന്നും കൂടി പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യുക. അത് കൂടാണ്ട് അതല്ലാതെ നിങ്ങൾക്ക് ഒരു പുതിയ ചാനൽ, ഒരു സെക്കൻഡറി ചാനൽ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ് മുതൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. സ്റ്റാർട്ട് മുതൽ ലാസ്റ്റ് എൻഡ് വരെ ബാനറൊക്കെ ഒറ്റ ക്ലിക്ക് കൊണ്ട് നിങ്ങൾക്ക് ബാനർ റെഡിയാക്കാൻ പറ്റും, ലോഗോ സെറ്റ് ചെയ്യാൻ പറ്റും. അതും നിങ്ങളുടെ ചാനലിന് പറ്റിയത്, നിങ്ങളുടെ ചാനലിൻ്റെ പേരടക്കം എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ എങ്ങനെയാണ് പേര് സെലക്ട് ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, പേര് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരല്ല സെലക്ട് ചെയ്യേണ്ടത്. യൂട്യൂബിൽ പേര് സെലക്ട് ചെയ്യേണ്ടത് സെർച്ച് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻ്റുള്ള കീവേഡിനനുസരിച്ചിട്ടുള്ള പേര് സെലക്ട് ചെയ്യണം. എന്നുവെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ പേരുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പം മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, പേരിൻ്റെ കൂടെ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടും. SEO ഓൾറെഡി ഉയർത്തും. ഓൾറെഡി യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സെർച്ച് ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ നമുക്ക് കേരളം എന്ന് കൊടുത്താൽ നമ്മളെ മലയാളി ഓഡിയൻസിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാനും, കൂടുതൽ മലയാളം എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്തും കേരള എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ വീഡിയോസ് നമ്മളെ ചാനൽ യൂട്യൂബിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ചാനൽ സെലക്ട് ചെയ്യേണ്ടത്. അത് എങ്ങനെ സെലക്ട് ചെയ്യാമെന്നും നിങ്ങൾക്ക് ഒരു പണിയില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചാനൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അതും നല്ല പ്രൊഫഷണലായിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കീവേഡ്സ് അടക്കം നിങ്ങളുടെ ചാനലിൻ്റെ കാറ്റഗറി, നിങ്ങൾ എന്താണ് ചാനൽ ഉദ്ദേശിക്കുന്നത് ആ ചാനലിൻ്റെ കാറ്റഗറി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് കീവേഡ്സ് കിട്ടും, ഹാഷ്ടാഗ് കിട്ടും, നിങ്ങൾക്ക് അതിന് ബാനർ കിട്ടും, ലോഗോ കിട്ടും, എല്ലാം ഫുള്ളായിട്ട് സെറ്റ് ചെയ്താൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് ഇപ്പോഴത്തെ AI വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി കൂടുതൽ AIൻ്റെ കാലഘട്ടമാണ്. എന്താ വെച്ചാൽ ഇതിന് മുമ്പ് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് ഇടണം. അപ്പോൾ ഇപ്പോൾ AIൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് നമുക്ക് AI വെച്ചിട്ട് തന്നെ എല്ലാ ചാനലും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നും എങ്ങനെ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാമെന്നും നമുക്കൊരു പ്രോപ്പറായിട്ട് പ്രൊഫഷണലായിട്ട് ഒരു ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നും ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ചാനൽ ശരിയില്ലെങ്കിലും നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ എൻഗേജ്മെൻ്റ് ഇല്ലാത്ത ചാനലാണ് എന്നുണ്ടെങ്കിൽ തുടങ്ങാം. ഓക്കെ, സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ട് ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നിലവിലുള്ള ചാനലിനേക്കാളും ബൂസ്റ്റായിട്ട് നിങ്ങളുടെ ചാനൽ ആ ചാനലിൽ പോകുന്നുണ്ട്, അതിൽ ഫോക്കസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ചാനൽ ഓൾറെഡി വ്യൂസ് വരുന്നുണ്ടെങ്കിൽ അതന്നെ ഫോക്കസ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ രണ്ട് ചാനലും നിങ്ങൾ ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ എൻഗേജ്മെൻറ്റ് വരുന്നുള്ളത്, സബ്സ്ക്രൈബർ നോക്കണ്ട. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും 0 സബ്സ്ക്രൈബറാണ് ഉണ്ടാവുക. അപ്പോൾ ഏതാണോ നമുക്ക് പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ചാനൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡറി ചാനലായിരിക്കും ചിലപ്പോൾ ആദ്യം മോണിറ്റൈസേഷൻ കിട്ടുക. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഞാനും അടക്കം അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പിടിയും കിട്ടാത്ത പല വീഡിയോസോടും പലതും കളിക്കുകയും പലതും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ പഠിച്ചെടുത്ത കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ചാനലിൽ നിന്ന് പഠിച്ചെടുത്തത് ചിലപ്പോൾ ചാനൽ അടിച്ചു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ചാനലിൽ നമ്മൾ ഇട്ട പോലത്തെ വീഡിയോസ് ഇട്ടിട്ട് ചിലപ്പോൾ അത് ശരിയായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന സെലക്ഷൻ ശരിയായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവില്ല, ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ടാവില്ല, ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്ത് വേറെ എന്തെങ്കിലും തലതിരിഞ്ഞ് പോയിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഇടുന്ന ലോങ് വീഡിയോൻ്റെ യൂട്യൂബ് പറയുന്ന കാറ്റഗറി 16 to 90 ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മളിപ്പോൾ പഠിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ചാനലിന് ഒരു ട്രെയിനിങ് കിട്ടിയതിന് ശേഷം പുതിയൊരു ചാനൽ സെക്കൻഡറി ചാനൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലേ നമുക്ക് ഈ അറിവുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ഒരു ചാനലാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി ചാനൽ തുടങ്ങുക. സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഫുള്ള് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പഴയ ചാനലിനേക്കാളും കൂടുതൽ റീച്ച് സെക്കൻഡറി ചാനലിലായിരിക്കും വരുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വ്യൂസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നുള്ളത്. ഒരു 1K സബ്സ്ക്രൈബർ എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ല, അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുറേ വർഷങ്ങളായി, 1 വർഷമായി, അല്ലാന്നുണ്ടെങ്കിൽ 8 മാസമായി, 6 മാസമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 1 വർഷത്തെ കഷ്ടപ്പാടിൻ്റെ പകുതി പോലും എഫേർട്ട് ഈ പുതിയ ചാനലിൽ എടുക്കേണ്ടി വരില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി അതിൽ ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സെക്കൻഡറി ചാനലിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു സിമ്പിൾ ട്രിക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഇപ്പോൾ ഓൾറെഡി ഒരു ചാനൽ ഉണ്ട്, നിങ്ങൾക്ക് പുതിയ ചാനൽ തുടങ്ങണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളാണ്, വളരെ സിമ്പിളാണ് സെക്കൻഡറി ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾ ചാനൽ തുടങ്ങിയവരാണെങ്കിൽ ബാക്കി കണ്ടാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് മുതലേ ഒരാൾക്ക് പുതിയ ചാനൽ ക്രിയേറ്റ് സെക്കൻഡറി ചാനൽ എങ്ങനെ തുടങ്ങാനും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ പറയുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണോ വേണ്ടത് ആ ഭാഗം നിങ്ങൾ കണ്ടിട്ട് അത് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ പോവുക. വൈറ്റ് സ്റ്റുഡിയോയിൽ പോയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ടോപ്പിൽ കാണും, ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണിക്കുന്നുണ്ടാവും കേട്ടോ. പ്ലസ് ബട്ടൺ കാണിക്കുന്നുണ്ടാവും. നിങ്ങളുടെ സ്വിച്ച് അക്കൗണ്ടിൽ പോകണം കേട്ടോ ആദ്യം. അത് എവിടെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ സ്വിച്ച് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഈ സ്വിച്ച് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. എല്ലാം നിങ്ങളുടെ മുന്നത്തെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ വേറെ കുറേ അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ടൊക്കെ വരും. അതല്ലാതെ തന്നെ എൻ്റെ കുറേ അക്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പുതിയ സെക്കൻഡറി ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഈ ടോപ്പിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പാറ്റേൺ ലോക്കാണ്, നിങ്ങളുടെ എന്ത് നമ്പർ ലോക്ക് ഉണ്ടെങ്കിൽ അത് ലോക്ക് ഓപ്പൺ ചെയ്യുക. ലോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങളുടെ ഒരു പേര് അതിന് മുമ്പ് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യണം കേട്ടോ. ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ആ ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പേഴ്സണലാണോ ബിസിനസ്സാണോ എന്താണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ പേഴ്സണൽ യൂസിന് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, അഷ്റഫ് എന്നാ. അല്ലാതെ ഞാൻ ഓൾറെഡി അഷ്റഫ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുത്തിട്ട് എൻ്റെ സർനെയിം ചോദിക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾ ഒറിജിനലായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഏതെങ്കിലും ഒരു ഞാൻ ഒട്രാസി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ കൊടുക്കരുത്, നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കുക. അതിന് ജെൻഡർ കൊടുക്കുക. ജെൻഡർ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു Gmail ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവും. യൂസർ മൊബൈൽ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അതല്ല നിങ്ങൾ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ എന്തെങ്കിലും പേര് ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വേറെ ഏതെങ്കിലും ഒരു Gmail ID നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ.
ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ വരും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക് വന്നിട്ടില്ല, എനിക്ക് യൂസ് മൊബൈൽ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നമുക്ക് യെസ് കൊടുക്കാം. യെസ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ പാസ്വേഡ് ചെക്കിങ് നമ്പർ എന്ന് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു നമ്പർ നമ്മുടെ ഇതിലുള്ള നമ്പർ ഓൾറെഡി മൊബൈലിലുള്ള നമ്പർ ഓൾറെഡി ഇവിടെ ചെക്കിങ് ചെയ്യുന്നുണ്ട്. അഷ്റഫ് എന്ന് പറഞ്ഞ ചാനൽ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കാം. അതിനുശേഷം ഇത് ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാനൽ ഒന്നും ചെയ്തിട്ടില്ല, ഫുൾ വെറും ഒരു അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചാനൽ മാത്രമേ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ജിമെയിൽ അത് ഇതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, പ്രോപ്പർ ആയിട്ടുണ്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ മൈൻ ചാനലിൽ ഓൾറെഡി ഇവിടെ കാണിക്കുന്നുണ്ടാവും. മൈൻ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെരിഫൈഡ് എല്ലാം വന്നിട്ടുണ്ട്. ക്രിയേറ്റ്, ഓക്കെ, ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ചാനൽ പ്രോപ്പറായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനുശേഷം ഇതിൽ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ലോഗോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ആയത് ഇവിടെ കാണിക്കുന്നുണ്ടാവും കേട്ടോ. നിങ്ങളുടെ ചാനലിൻ്റെ വെരിഫിക്കേഷൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ പെൻസിലെല്ലാം അമർത്തുക. പെൻസിലെല്ലാം അമർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് UTR നമ്പർ ഇതെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഓൾറെഡി നമുക്ക് ഈ ചാനലിൻ്റെ പേര് ചേഞ്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് പേര് ചേഞ്ച് ചെയ്യണം. ഇതിൻ്റെ ബാനർ അത് ഇതൊക്കെ UTR എല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ആദ്യം പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ChatGPT പോകുന്നുണ്ട്. ഓക്കെ, ChatGPT പോയിട്ട് നമ്മൾ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ എന്ത് വേണമെങ്കിലും സെലക്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മലയാളത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓൾറെഡി യൂട്യൂബ് ChatGPT ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തരും കേട്ടോ നമുക്ക്. അപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, എനിക്കറിയുന്ന രൂപത്തിൽ ഞാൻ ഓൾറെഡി കൊടുക്കുന്നത് മംഗ്ലീഷിൽ. ഓക്കെ, ഞാൻ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എനിക്കൊരു യൂട്യൂബ് ചാനൽ നെയിം പറഞ്ഞു തരുമോ എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാറ്റഗറി എന്നും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി കൊടുക്കുന്നുണ്ട് കുക്കിംഗ് ചാനൽ. കുക്കിംഗ് ചാനൽ. ഓക്കെ, കുക്കിംഗ് ചാനൽ. ഓക്കെ, മലയാളം ഭാഷ എന്നും കൊടുക്കാം, ലാംഗ്വേജ് എന്നും കൊടുക്കാം, എന്തൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ഭാഷ തന്നെ കൊടുക്കുന്നുണ്ട്. ഭാഷ അത് ഇത്ര സമയം മംഗ്ലീഷിലല്ല ടൈപ്പ് ചെയ്തത്. അപ്പോൾ ലാംഗ്വേജ് എന്ന് വേണ്ട, ഇംഗ്ലീഷ്. അപ്പോൾ അതിനുശേഷം അത് ഓൾറെഡി ChatGPT മനസ്സിലായിക്കോളൂ കേട്ടോ. അപ്പോൾ ChatGPT ഞാൻ ഓൾറെഡി അത് അടിച്ചു കൊടുത്ത്. ഓക്കെ, തികച്ചും ശരി. ഇവിടെ ചില മലയാളം കുക്കിംഗ് ചാനൽ നിങ്ങൾക്ക് അമ്മയുടെ അടുക്കള, നാടൻ രുചി, ഓക്കെ, ട്രെൻഡിങ് നാടൻ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ചാനലിൻ്റെ പേര്, ചെറുപുഴ അടുക്കള, കുടുംബ രുചി, തെങ്ങിൻ താഴെ, എന്തൊക്കെയോ കുറേ ചാനൽ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോഡൽ ക്യാച്ചിങ് ടൈറ്റിൽ സ്റ്റൈൽ. ഓക്കെ, മോഡൽ ക്യാച്ച് സ്റ്റൈല്, രുചി ട്യൂബ്, കുക്കും വൈബ്. ഓക്കെ, അങ്ങനത്തെ കുറേ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഫുഡിൽ മലയാളം, അങ്ങനത്തെ കുറേ ചാനൽ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് മിക്സ്, അങ്ങനത്തെ കുറേ ട്രെൻഡിങ്. ഓക്കെ, അപ്പോൾ ട്രെൻഡിങ് കീവേഡ് അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ഒരു ഐഡിയത്തിൽ അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പേര് ഐ ആം നെയിം അഷ്റഫ് എന്ന് പറഞ്ഞാൽ ആ ചാനലിനനുസരിച്ചിട്ടുള്ള പേര് തരും. അല്ലാന്നുണ്ടെങ്കിൽ മലയാളം കാറ്റഗറി. അപ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ചാനൽ വേണമെന്ന് പറയാം. അപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി ChatGPT പറയുന്നത് പെട്ടെന്ന് റീച്ച് ആവുന്ന ചാനൽ വേണമെന്ന് പറയാം. ഓക്കെ, ഞാനിവിടെ എന്ത് ചെയ്ത് പെട്ടെന്ന് സെർച്ച് ലിസ്റ്റിൽ വരുന്ന ചാനലിൻ്റെ പേര് വേണമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ChatGPT പ്രധാന പേര് ട്രെൻഡിങ് മലയാളം ടൈപ്പ്. ഓക്കെ, നമുക്കൊരു കുറച്ച് പേര് സെർച്ച് കീവേഡ്. ഓക്കെ, ഉദാഹരണം കുറച്ച് പേരുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. വേറെ നാടൻ രുചി മലയാളം, രുചി വൈബ് മലയാളം, സ്പൈസി കേരള ചിക്കൻ, സ്പൈസി കേരള കിച്ചൺ. ഓക്കെ, സ്പൈസി കേരള കിച്ചൺ അത് നല്ല അടിപൊളി സാധനമാണ്. പിന്നെ വക്കു ട്യൂബ് പോലെ. ഓക്കെ, അടുക്കള ടാൾക്സ്. ഓക്കെ, പുതിയ സ്റ്റൈല്. ഓക്കെ, എക്സാമ്പിൾ ഓൾറെഡി ഇതാണ്. ഫുഡീസ് മലയാളം, ഫുഡീസ് എന്നില്ല, ഫുഡി മലയാളം, കുക്കിംഗ് വേൾഡ് മലയാളം,
അങ്ങനത്തെ കുറേ പേരുകൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. കുറേ അതിന് ശേഷം കേരള ടേസ്റ്റി ഹബ്ബ് എന്ന് വന്നിട്ടുണ്ട്. രുചി യൂട്യൂബ് മലയാളം എന്ന് പറഞ്ഞിട്ട് കുറേ ചാനൽ ഓൾറെഡി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്റ്റഡ് ചെയ്യണം കേട്ടോ. ഞാൻ ഓൾറെഡി ഫുഡി മലയാളി എന്ന് കൊടുക്കുന്നുണ്ട്. ഫുഡി മലയാളി ഓക്കെ, അതും കുഴപ്പമില്ല. സ്പൈസി കേരള കിച്ചൺ അതും കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി ഇത് സെലക്ട് ചെയ്യട്ടെ. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് റിപ്പീറ്റ് ആയിട്ട് ഇതേ ChatGPTക്ക് പറയാം ഐ ആം സെലക്റ്റഡ്. ഓക്കെ, ഐ ആം സെലക്റ്റഡ്. ഓക്കെ, അപ്പോൾ അത് അതിന് ശേഷം ChatGPT കൊടുക്കാം ഐ ആം സെലക്റ്റഡ് സൂപ്പർ കേരള സ്പെഷ്യൽ. ഓക്കെ, ഈ പേജ് SEO ഫ്രണ്ടിലൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യുക, കേരള ഫുഡ് സ്പെഷ്യൽ മലയാളം കിച്ചൺ. ഓക്കെ, അതിന് ശേഷം എല്ലാം ലോഗോ ഐഡിയ ഇവിടെ ഓൾറെഡി ലോഗോൻ്റെ ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ കേരള അങ്ങനത്തെ കുറേ ഓപ്ഷനുകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്, ഡിസ്ക്രിപ്ഷൻ ഐഡിയ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓൾറെഡി ChatGPT തന്നെ എല്ലാം ടോട്ടലായിട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് വേണ്ടത് ലോഗോ ആണ്. അപ്പം ലോഗോവും വേണം, നമുക്ക് ലോഗോ വേണം, ബാനർ വേണം. ഇത് രണ്ടുപേരും ഓക്കെ. ഓൾറെഡി പേര് ഇപ്പോൾ സെലക്ട് ആയി കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ഇതുണ്ടല്ലോ പേര്, അത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പേജ് വെക്കുക കേട്ടോ. അപ്പോൾ സ്പൈസി കേരള കിച്ചൺ എന്നാണ് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട് ലോഗോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലോഗോ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രോംപ്റ്റ്. ഓക്കെ, ലോഗോ പ്രോംപ്റ്റ് എന്നാണ് നിങ്ങൾ നെക്സ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ChatGPTക്ക് ലോഗോ പ്രോംപ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചാനലിൻ്റെ പേര് കിട്ടി, ഇനി ലോഗോ ആണ് വേണ്ടത്. ലോഗോ പ്രോംപ്റ്റ് എന്ന് സെലക്ട് ചെയ്തതിന് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ടാവും കേട്ടോ. നമുക്കിവിടെ പ്രോംപ്റ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു പ്രോംപ്റ്റ് ആയിരിക്കും കിട്ടുക. അതിന് ശേഷം വേറെ ഒന്നുമില്ല, ഞാനൊരു സ്പെഷ്യൽ അത് വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോംപ്റ്റ് നേരെ എന്ത് ചെയ്യുക, നേരെ ഇവിടുന്ന് ഈ പ്രോംപ്റ്റ് എടുക്കാം കേട്ടോ, കോപ്പി ചെയ്തെടുക്കാം. ഈ പ്രോംപ്റ്റ് കോപ്പി എടുത്തതിന് ശേഷം നിങ്ങൾ വരേണ്ടത് നേരെ എവിടെ വരേണ്ടത്, നിങ്ങൾ വരേണ്ടത് ജിമിനി ആപ്പിലേക്ക് വരണം കേട്ടോ. ജിമിനി ആപ്പിൽ വരാം. ഓക്കെ, ജിമിനി ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ബനാനൻ്റെ ഒരു സിഗ്നലായിരിക്കും കാണിക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. എൻ്റെ ഓൾറെഡി ജിമിനി ആപ്പ് മലയാളത്തിലാണ് വരിക. അതിനുശേഷം ചിത്രം ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ പ്രോംപ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഈ സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, നിങ്ങൾക്ക് അപ്പം തന്നെ സ്പോട്ടിൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഗോ ക്രിയേറ്റ് ആയി കിട്ടും കേട്ടോ. നോക്കാം, ഒരു ലോഗോ ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഏതാണ്, നമ്മുടെ ചാനലിൻ്റെ ഐഡിയ തന്ന് നമ്മുടെ ചാനലിൻ്റെ ഓൾറെഡി ലോഗോ ക്രിയേറ്റ് ആയി തന്നിട്ടുണ്ട്. എങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് സ്പൈസി കേരള കിച്ചൺ. ഓക്കെ, ഓൾറെഡി ഒരു ലോഗോ കിട്ടിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗോയിൽ മാറ്റം വരുത്താം. നമ്മളെ രീതിയിൽ എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ ലോഗോ പ്രോംപ്റ്റ് എന്ന് ഓൾറെഡി ChatGPTനോട് ചോദിച്ചു കഴിഞ്ഞാൽ ലോഗോ കിട്ടും. അപ്പോൾ നമുക്ക് ഓൾറെഡി ലോഗോ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് ലോഗോ ഓൾറെഡി കിട്ടി. ഓക്കെ, നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിന് ശേഷം ലോഗോ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് വേണ്ടത് ബാനറാണ് വേണ്ടത്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ChatGPTയിലേക്ക് രണ്ടാമത് ഓക്കെ യൂട്യൂബ് ബാനർ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് യൂട്യൂബിൽ ബാനർ ഇടേണ്ട രൂപത്തിൽ തന്നെ ഓൾറെഡി കിട്ടും കേട്ടോ. ഇവിടെ സൈസ് അടക്കം ഇവിടെ തന്നിട്ടുണ്ട് പ്രോംപ്റ്റായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രോംപ്റ്റ് കറക്റ്റായിട്ട് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ആ പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്തു. അതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തു കേട്ടോ. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക്
എന്നൊരു യൂട്യൂബ് ബാനർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് നോക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ടോപ്പിലേക്കും താഴത്തൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ബാനർ അവിടെ ഇടാൻ പറ്റുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ നേരത്തെ പോയി യൂട്യൂബിലേക്ക് പോവുക, ആ പെൻസിൽ ബട്ടൺ അമർത്തുക. അതിന് ശേഷം നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ക്ലോസ് ഫോർ യുവർ ഫോട്ടോസ് എന്ന് കാണിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ബാനർ ഇടാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. പക്ഷേ ബാനർ ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വരുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ക്രോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണ്ടേ, ഇവിടെ സേവ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഈ സമയത്ത് സേവ് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ഇതിൽ നിന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗാലറി പോവുക. ഗാലറി പോയിട്ട് ഇവിടുന്ന് നിങ്ങൾ ആ ഫോട്ടോസ് ക്രോപ്പ് ചെയ്യണം കേട്ടോ. ക്രോപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണോ ക്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ക്രോപ്പ് ചെയ്യുക. നിങ്ങളുടെ ചിലപ്പോൾ ഇതിൽ ഉണ്ടോയെന്നറിയില്ല ഇതുപോലത്തെ സെക്ഷൻ ഓൾറെഡി മൊബൈലിൻ്റെ തന്നെ ക്രോപ്പിംഗ് ഓപ്ഷൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടോയെന്നറിയില്ല. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പിൽ വെച്ചിട്ട് ക്രോപ്പ് ചെയ്തോളൂ. അതിനുശേഷം ഞാൻ അവിടെ ക്രോപ്പ് ചെയ്ത് അതിനുശേഷം ഇനി ഇട്ട് നോക്കാം കേട്ടോ എങ്ങനെ വരുന്നുണ്ടെന്ന്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. അതും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ക്രോപ്പ് ചെയ്യാനുണ്ട്. ഓക്കെ, ഓൾറെഡി ഞാൻ ബാനർ ഇട്ട് കഴിഞ്ഞു. ക്രോപ്പ് ചെയ്തു. ഓൾറെഡി ബാനർ ഇട്ടു. ഓക്കെ, ബാനറിൻ്റെ ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തത് ശരിയായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മലയാളം വേണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഇംഗ്ലീഷിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ജിമിനി ആപ്പിൽ ഓൾറെഡി നിങ്ങൾക്ക് അത് ഫുൾ ഇംഗ്ലീഷിൽ തന്നെ കിട്ടും. അതിന് ശേഷം ലോഗോ ക്ലിക്ക് ചെയ്യുക. ലോഗോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ലോഗോ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഗാലറിയിൽ പോവുക. ഗാലറി പോയതിന് ശേഷം നമ്മൾക്ക് ജിമിനി ആപ്പ് തന്ന ലോഗോ ഇവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുക. വേണ്ട, സേവ് പ്രൊഫൈൽ കൊടുക്കുക, സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ചാനലിൻ്റെ പേര് കൊടുക്കണം കേട്ടോ. ചാനലിൻ്റെ പേരിൽ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുക. ChatGPT പോവുക. ChatGPT പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ പേര് കാണാൻ പറ്റും. ആ പേര് ഇവിടുന്ന് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ ആ പേര് ഇവിടെ പോയി. ഓക്കെ, ബാനർ. അതിന് ശേഷം ഇവിടെ ബാനറിന് മുമ്പ് എവിടെയാണോ നമ്മൾ പേര് സെലക്ട് ചെയ്തത് അവിടെ പോവുക. ആ പേര് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ സ്പൈസി ചിക്കൻ കോപ്പി ചെയ്തു. അതിന് ശേഷം നേരെ നിങ്ങൾ എവിടെ നിന്നാണോ എടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ടെൻഷനൊന്നുമില്ല, ബേജാറൊന്നാക്കേണ്ട ആവശ്യമില്ല. ടൈപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് കൊടുക്കുക. റൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരിക. അതിന് ശേഷം സേവ് കൊടുക്കുക കേട്ടോ. സേവ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും വരിക. ഒരു മിനിറ്റ്. ഓൾറെഡി പേര് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ താഴത്തെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. താഴത്തെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഓൾറെഡി UTR നമ്പർ ഓൾറെഡി റെഡി ആയിട്ടുണ്ടാവും. അതെല്ലാം അവിടെ തെറ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതേ പേര് നമുക്ക് ഇവിടെ താഴത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് UTR നമ്പർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അതേ പേര് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു റൈറ്റ് ക്ലിക്ക് വരുന്നതായിരിക്കും. ഓക്കെ, സ്പേസ് കൊടുക്കണ്ട. സ്പേസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ഒരു ഗ്രീൻ ലൈൻ വരും കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു പച്ച റൈറ്റ് വരുന്ന സമയത്ത് നമ്മളെ ചാനൽ പ്രോപ്പറായിട്ട് ഓക്കെ, നിങ്ങൾക്ക് അവിടെ റൈറ്റ് മാർക്ക് വരും. റൈറ്റ് മാർക്ക് വരുന്ന സമയത്ത് നിങ്ങൾ സേവ് ചെയ്യുക കേട്ടോ. സേവ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ചാനലിൻ്റെ പേര് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചാനൽ UTR നമ്പർ ഇവിടെ താഴത്ത് കാണിക്കുന്നുണ്ടാവും. സ്പൈസി ചിക്കൻ ഒക്കെ UTR നമ്പർ കാണിക്കുന്നുണ്ടാവും. ഡിസ്ക്രിപ്ഷൻ ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ രണ്ടാമത് ChatGPT പോവുക. ChatGPT പോയിട്ട്
നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിസ്ക്രിപ്ഷൻ എല്ലാ വീഡിയോൻ്റെ അടിയിലും ഡിസ്ക്രിപ്ഷൻ അത് തന്നെ വരും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, റൈറ്റ് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ വരും. നമുക്ക് ആ ചാനലിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഓൾറെഡി യൂട്യൂബ് തരുന്നതായിരിക്കും. മലയാളം നാടൻ ചിക്കൻ വെൽക്കം ടു സ്പെഷ്യൽ നമ്മുടെ ചാനലിൻ്റെ പേര് മൊത്തം എല്ലാം കൂടിയിട്ട് ഇവിടെ നമുക്ക് ChatGPT തന്നിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നേരെ അതേ നമ്മുടെ ചാനലിൽ പോവുക, ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷനും റെഡിയായി. ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇവിടെ ഓൾറെഡി നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം ഫുള്ള് സേവ് കൊടുത്തു കഴിഞ്ഞു, എല്ലാം ഡിസ്ക്രിപ്ഷനുമായി ചാനൽ സെറ്റായി. അതിനുശേഷം ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ലോഗോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ചാനൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി കീവേഡ്സ് നമുക്ക് ഈ ചാനലിന് പറ്റിയ കീവേഡ്സ് വേണം കേട്ടോ. കീവേഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഇവിടെ കീവേഡ്സ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ, അതിന് വേറൊരു ഐഡിയ ഉണ്ട്. അതിന് ക്രോം ബ്രൗസറിൽ പോകണം കേട്ടോ. നമ്മൾ ക്രോം ബ്രൗസറിൽ പോവുക. ക്രോം ബ്രൗസറിൽ പോയിട്ട് നമ്മൾ യൂട്യൂബ് ലോഗിൻ ചെയ്യുക കേട്ടോ. ജസ്റ്റ് വെയിറ്റ്. ഇവിടെ നിങ്ങൾ കുറേ ടാബ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ക്രോം ബ്രൗസറിൽ. ആ ടാബൊക്കെ ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം ഇവിടെ യൂട്യൂബ് ലോഗിൻ എന്ന് അടിച്ചു കൊടുക്കുക. യൂട്യൂബ് ലോഗിൻ. ഓക്കെ, യൂട്യൂബ് ലോഗിൻ എന്ന് അടിച്ചു കൊടുക്കുന്നത് ടോപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ഓപ്പൺ ചെയ്യുക. ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴത്തൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് പോകും. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. വലിയ ഇത് സ്ക്രീനല്ല കാണിക്കുക, ചെറിയ ലെറ്ററായിട്ട് കാണിക്കും. അത് ഓൾറെഡി ഡെസ്ക്ടോപ്പ് മോഡാണ്, കമ്പ്യൂട്ടർ സ്റ്റൈലിലാണ് വരിക. അതിനുശേഷം ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ ചാനൽ ഓക്കെ, ചാനൽ ഇവിടെ വന്നു കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴത്തൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും ചാനൽ സ്റ്റാറ്റസ് എന്ന്. ഓക്കെ, ചാനൽ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വേറെ സെറ്റിങ്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ചാനൽ സെറ്റിങ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ രണ്ടാമത്തെ വെരിഫിക്കേഷൻ ഓൾറെഡി നമ്മുടെ ചാനൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ചാനൽ വെരിഫിക്കേഷൻ ഓൾറെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്തതിന് ശേഷം അത് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും, എല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചാനലിലേക്ക് പോകണം കേട്ടോ. ചാനലിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് ഓക്കെ, നിങ്ങളിവിടെ താഴത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും കേട്ടോ. കുറച്ച് സൂം ആക്കുക. താഴത്ത് ഏറ്റവും മൂലക്ക് ലെഫ്റ്റ് സൈഡിൽ താഴത്ത് കേട്ടോ, ഏറ്റവും മൂലക്ക് ആ ഡെസ്ക്ടോപ്പ് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ സൂം ആക്കുക. സൂം ആക്കിയതിന് ശേഷം ഏറ്റവും താഴത്ത് ഇവിടെയാണ് സെറ്റിങ്സ് വരിക. ഇവിടെയാണ് സെറ്റിങ്സ് വരിക. കറക്റ്റായിട്ട് നോക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടാത്ത സംഭവം. അപ്പോൾ ഇവിടെയാണ് സെറ്റിങ്സ് വരിക. ഇത് കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നില്ല. എവിടെയെന്ന് മനസ്സിലാക്കിയാൽ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് മോഡിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ് എവിടെയെന്ന് തപ്പി പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ താഴത്ത് ഏറ്റവും താഴത്തേട്ടാ അവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ടാബ് ഓപ്പൺ ആയി വരിക. അപ്പോൾ അതിനുശേഷം ചെറുതാക്കുക, വലുതാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റൈലിലേക്ക് വരുത്താട്ടാ. അതിനുശേഷം നിങ്ങൾ ഇവിടെ എല്ലാം നെക്സ്റ്റ് കൊടുക്കുക. അത് സെറ്റിങ്സിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ഓൾറെഡി കാണിച്ചു തരുന്നുണ്ടാവും. അതിനുശേഷം ചാനലിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ രണ്ടാമത്തെ സെക്ഷന് ചാനലിൽ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ചാനലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കീവേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ചാനൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബേസിക് ഇൻഫർമേഷനിൽ ഓൾറെഡി ഇവിടെ കീവേഡ് എന്നൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും. ഇവിടെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം രണ്ടാമത് നമ്മൾ എവിടെ പോകണമെന്നുണ്ടെങ്കിൽ ChatGPTയിലേക്ക് പോകണം. ChatGPTയിലേക്ക് പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി കീവേഡ്സ് അല്ല വന്നിട്ടുള്ള, വേറെ എന്താ ഡിസ്ക്രിപ്ഷനാണ്, കോപ്പി ലിങ്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കീവേഡ് എന്ന് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഓൾറെഡി ChatGPTയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കീവേഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി കുറേ കീവേഡ്സ് നമുക്ക് ChatGPT തരുന്നതായിരിക്കും. ഓക്കെ, കുറേ കീവേഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്,
നമ്മുടെ മലയാളം കുക്കിംഗ് കേരള ഫുഡ് റെസിപ്പി നാടൻ രുചി എന്തൊക്കെയോ കീവേഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളെ ചാനലിൻ്റെ പേരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കീവേഡ്സുകൾ നമ്മൾ ഓരോന്നായിട്ട് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടാമത് ആ കീവേഡ്സിലേക്ക് വരാം, ഡെസ്ക്ടോപ്പ് മോഡിലുള്ള കീവേഡ്സിലേക്ക് വരാം, നേരെ കീവേഡ്സ് ആഡ് ചെയ്യുക. അതിന് ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക, ഒരു കീവേഡ്സ് റെഡിയായി. രണ്ടാമത്തെ കീവേഡ്സ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് അതേപോലെ ChatGPTയിലേക്ക് വരാം, രണ്ടാമതൊരു കീവേഡ്സ് അതേപോലെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു കീവേഡ്സ് എടുത്ത് രണ്ടാമത്തെ കീവേഡ്സ് എടുത്ത് അതിനുശേഷം രണ്ടാമത് അവിടെ തന്നെ വരാം, സെലക്ട് ചെയ്ത് കൊടുക്കുക, റൈറ്റ് കൊടുക്കുക. ഇപ്പോൾ 2 കീവേഡ്സ് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണോ ChatGPT കൊണ്ട് ചോദിച്ചത് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതേപോലെ നമ്മൾക്ക് എന്താണോ പറഞ്ഞിരുന്നത് അതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ പെട്ടെന്ന് റീച്ചിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ക്ലിയർ ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ കീവേഡ്സ് കൊടുക്കുക. ഓരോ കീവേഡ്സ് നമുക്ക് തരുന്ന കീവേഡ്സ് മൊത്തം ഇവിടെ ChatGPT നമുക്ക് കണക്കായിട്ട് എത്രയാണോ കീവേഡ്സ് വേണ്ടത് അത്ര കീവേഡ്സ് കറക്റ്റായിട്ട് തരുള്ളൂ. ഓക്കെ, അതിൽ എത്ര കൊടുക്കാൻ പറ്റും അതിനനുസരിച്ചിട്ട് കീവേഡ്സ് നമുക്ക് തരുള്ളൂ. അപ്പോൾ ആ കറക്റ്റായിട്ടുള്ള കീവേഡ്സ് എല്ലാം ടോട്ടലായിട്ട് ഇവിടുന്ന് കൊടുക്കുക. ഇവിടെ കൊടുത്തതിന് ശേഷം മലയാളം എന്ന് കൊടുക്കുക, നല്ല കീവേഡ്സ് സെർച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ കീവേഡ്സും നമ്മളിവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. 1, 2, 1, 3 കൊടുത്തിട്ട് ഓടിക്കളയരുത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഇവിടെ കുറച്ച് കീവേഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ മൊത്തത്തിൽ കൊടുക്കുക. ഞാൻ ഓൾറെഡി വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സേവ് ബട്ടൺ അമർത്തിയതിന് ശേഷം അത് സേവ് ആയി കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം രണ്ടാമത് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് എവിടെയുണ്ടെന്ന് മനസ്സിലായല്ലോ, ഇവിടെ താഴത്താണ് വരിക സെറ്റിങ്സ്. ആ താഴത്തുള്ള സെറ്റിങ്സിൽ ഒന്നും കൂടി ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ചാനലിൽ പോവുക, രണ്ടാമത് ചാനലിൽ പോവുക. ഇവിടെ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും, അതിൽ പോവുക. ഇവിടെ താഴത്ത് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോട്ട് ഫോർ മെയ്ഡ് കിഡ്സ് രണ്ടാമത്തത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പിന്നെ താഴത്ത് പോവുക. ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, നേരെ താഴത്ത് പോവുക കേട്ടോ. നേരത്തെ പോയിട്ട് എല്ലാം ഒന്നും കൂടി വായിച്ച് നോക്കുക. ക്ലിപ്സ് ഇതെല്ലാം അഡ്വഞ്ചറസ് അത് ഓട്ടോ ക്ലിപ്സ് അതൊന്നും വേണ്ട, അതൊന്നും ആവശ്യമില്ല. അതിനുശേഷം ഇതും സേവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ സേവ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ സെക്ഷൻ. ഇനി പോകേണ്ടത് എവിടെയെന്ന് വെച്ചാൽ രണ്ടാമത് പിന്നെ സെറ്റിങ്സിലേക്കേ ബാക്ക് പോവുള്ളൂ നമ്മൾ. ഓക്കെ, സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയതിന് ശേഷം നിങ്ങൾ രണ്ടാമത് ഇവിടെ അപ്ലോഡ് ഡിഫേൾട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും, അതിൽ പോവുക. അതിൽ പോയിട്ട് നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ടൈറ്റിൽ കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ. അഡ്വാൻസ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ ബേസിക് ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ടാവും. അപ്ലോഡ് ഡിഫേൾട്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ബേസിക് ഇൻഫർമേഷൻ എന്നൊരു സെക്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ വീഡിയോയിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് കീവേഡ്സും ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് ശേഷം അഡ്വാൻസ് സെറ്റിങ്സിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലൈസൻസ്, യൂട്യൂബ് ലൈസൻസ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്താ ക്ലിക്ക് ചെയ്യുക. കാറ്റഗറി, ഇവിടെ കാറ്റഗറി നമ്മൾ കുക്കിംഗ് ചാനലാണ് കാറ്റഗറി എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണോ കാറ്റഗറി അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് ഇവിടുന്ന് ChatGPTയിലേക്ക് വരാം. അപ്പം നമ്മൾ ഓൾറെഡി കുക്കിംഗ് ചാനലിൻ്റെ ആണ്, നമുക്ക് ഓൾറെഡി കാറ്റഗറി മനസ്സിലായില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നിങ്ങളിപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് ആയിരിക്കുമല്ലോ, വേറെ എന്തെങ്കിലും ആയിരിക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാറ്റഗറി ഏതാണെന്നും കൂടി ChatGPTയോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ കാറ്റഗറി നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. സൂപ്പർ ചോദ്യം. ഓക്കെ, കാറ്റഗറി മലയാളം കുക്കിംഗ് നെയിം. ഓക്കെ, ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട് പീപ്പിൾസ് ആൻഡ് വ്ളോഗ് കൊടുക്കുക, വൗ ടു സ്റ്റൈൽ കൊടുക്കുക, ഹോംലി കുക്കിംഗ് വ്ളോഗ് ഫൈൽഡ് പീപ്പിൾസ് ആൻഡ് വ്ളോഗ്. ഓക്കെ, പീപ്പിൾസ് ആൻഡ് വ്ളോഗ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് ഓൾറെഡി ChatGPT നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മലയാളം ലാംഗ്വേജ് കൊടുക്കുക, കേരള. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് സെറ്റിങ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, കാറ്റഗറി ഇത്, ലാംഗ്വേജ് ഇതാണ് കൊടുക്കേണ്ടത്, ടാഗ് കീവേഡ്സ് മലയാളം ഫുഡ് ബാഗ് എല്ലാം ഓൾറെഡി ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ ChatGPT തന്നിട്ടുണ്ട്. ഓക്കെ, സ്പേസ് കേരള. ഓക്കെ, കണ്ടൻറ്റ് ടൈപ്പ്. ഓക്കെ,
നമുക്ക് കറക്റ്റായിട്ട് എന്താണോ വേണ്ടത് അത് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാറ്റഗറി പീപ്പിൾസ് ആൻഡ് വ്ളോഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാട്ടോ. അപ്പോൾ പീപ്പിൾസ് ആൻഡ് വ്ളോഗ് ഇവിടെ പീപ്പിൾ ആൻഡ് വ്ളോഗ് ഓക്കെ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത്. അതിന് ശേഷം ഇവിടെ താഴത്ത് ലാംഗ്വേജ് മലയാളം കൊടുക്കണം കേട്ടോ. ഇവിടെ ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മലയാളം എന്ന് ഓക്കെ ഞാനിവിടെ വീഡിയോ ലാംഗ്വേജ് മലയാളം കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടൈറ്റിൽ ലാംഗ്വേജ് ഓൾറെഡി നമ്മൾ മലയാളം തന്നെ കൊടുക്കേണ്ടത്. നമ്മൾ മലയാളത്തിലാണ് നമ്മൾ സംസാരിക്കുന്നുണ്ട്, മലയാളം കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. കമൻറ്റ് ഓൺ ആക്കി വെക്കുക. കമൻറ്റ് ഓൾറെഡി ഓൺ എന്ന് കാണിക്കുന്നുണ്ട്, കമൻറ്റ് ഓൺ ആക്കി വെക്കുക. അതിനുശേഷം ഇവിടെ വേറെ എന്തോ പീപ്പിൾസ് ആൻഡ് വ്ളോഗ് കൊടുത്ത് അതിനുശേഷം ഇത്രേ കൊടുക്കാനുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി സൂം ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം സേവ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചാനൽ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഓൾറെഡി ബാക്കപ്പ് പോവുക. ഓൾറെഡി കീവേഡ്സ് അതൊക്കെ കൊടുത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ക്രോം ബ്രൗസറിൽ പോകേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് കൊടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയി. അതിനുശേഷം ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ബാക്കപ്പ് പോകുന്നുണ്ട്. ഫുള്ള് ബാക്കപ്പ് പോവുക. ബാക്കപ്പ് പോയിട്ട് ക്രോം ബ്രൗസറിലൊക്കെ സെറ്റായി. അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മുടെ സാധാരണ യൂട്യൂബ് ചാനലിൽ പോവുക. ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം, വീഡിയോ അപ്ലോഡ് ചെയ്യാം. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണോ വീഡിയോ വേണ്ടത് ആ വീഡിയോ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ എങ്ങനെയാണോ ടൈറ്റിൽ തംബ്നെയിലൊക്കെ കൊടുക്കേണ്ടത് ഞാൻ ഓൾറെഡി നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ടൈറ്റിലെല്ലാം ഓൾറെഡി കൊടുക്കുന്ന കാര്യമെല്ലാം ഞാൻ മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.